TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് ശുപാർശ നൽകിയ കത്ത് ചോർന്നതിൽ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ. മാധ്യമങ്ങൾക്ക് കത്ത് ചോർന്നത് അന്വേഷിക്കും. അന്വേഷണത്തിന് ജയിൽ വകുപ്പിനെയും പോലീസിനെയും ചുമതലപ്പെടുത്തി. ഉത്തരവിൻ്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്ക്. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു. രാജീവ്, നമുക്കറിയാം TP കേസ് പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്താനുള്ള സർക്കാരിൻ്റെ തീരുമാനം, അത് ഒരു പ്രത്യേക സമിതി ആണ് അത്തരത്തിലൊരു ശുപാർശ നൽകിയത്. ഈ ശുപാർശയുടെ വിവരങ്ങൾ ജനം ടിവിക്ക് അടക്കം നമ്മൾക്ക് അത് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്ന വാർത്തയാണ്. ഇതേപ്പറ്റിയാണ് ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ പ്രത്യേക അന്വേഷണത്തിന് തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ രാജീവ്? വിനോദ്, പ്രധാനമായും വഴിവിട്ട നീക്കമായിരുന്നു TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിനായി നടന്നത്. പ്രധാനമായും ജയിൽ ഉദ്യോഗസ്ഥരുടെ ചുമതലയിൽ ഇത് കൊണ്ടുവച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള നീക്കം ആദ്യഘട്ടം മുതൽ സർക്കാർ നടത്തുകയും ചെയ്തിരുന്നു. ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു മുഖം രക്ഷിക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയത്. പ്രധാനമായും TP കേസ് പ്രതികളായ മുഹമ്മദ് ഷാഫി, അണ്ണൻ സീത്ത് ഉൾപ്പെടെ 3 പേർക്കാണ് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നടന്നത്. അർഹരായ തടവുകാർക്കൊപ്പം തന്നെ ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ ഈ കത്ത് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തതോടെ സർക്കാർ പ്രതിരോധത്തിലായി. മാത്രമല്ല നിയമസഭ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ട സാഹചര്യം കൂടി ഉണ്ടായി. മുഖ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് സർക്കാരിന്റെ അറിവോടുകൂടിയല്ല ഇത്തരമൊരു ശുപാർശ നൽകിയത് എന്നാണ്. പക്ഷേ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്നത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയും കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. ഇത്തരമൊരു ഉത്തരവ് നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഏതായാലും മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് ഈ കത്ത് ചോർന്നത് എന്നത് സംബന്ധിച്ച് കൂടി വിശദമായ അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുന്നത്, ഒരു പ്രതികാര നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ച കത്ത് എങ്ങനെ ചോർന്നു, ഇതിനൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി സംസ്ഥാന ജയിൽ മേധാവി ജയിൽ സൂപ്രണ്ടിനോട് ഒരു വിശദീകരണം തേടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ചോർന്നിരുന്നു. ഈ 2 കത്തുകൾ എങ്ങനെ ചോർന്നു എന്നത് സംബന്ധിച്ചാണ് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് നിലവിൽ ആഭ്യന്തര വകുപ്പ് എത്തിയിരിക്കുന്നത്. ഇതിനായി ജയിൽ വകുപ്പിനെയും അതുപോലെ തന്നെ പോലീസിനെയും ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ജയിൽ DIGയും അതുപോലെ തന്നെ കണ്ണൂർ റേഞ്ച് DIGയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുക. 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും ഒരു പ്രതികാര നടപടിയിലേക്ക് തന്നെ സർക്കാർ പോകുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകേണ്ടത്. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കത്ത് ചോർന്നത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. പ്രത്യേകിച്ചും അർഹരായ തടവുകാർക്കൊപ്പമാണ് ഈ TP കേസ് പ്രതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൂടി ഇളവ് ലഭിക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയിരുന്നത്. അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കം ഉണ്ടായി എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. പ്രത്യേകിച്ചും ഹൈക്കോടതി പോലും ശിക്ഷാ ഇളവ് അനുവദിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയതിനു ശേഷമാണ് ഈ TP കേസ് പ്രതികളുടെ പേരുകൾ ഇതിൽ ഉൾപ്പെട്ടത്. ഏതായാലും അത് ജയിൽ സൂപ്രണ്ട് മാത്രം അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു നീക്കമായി കണക്കാക്കാൻ കഴിയില്ല എന്ന പ്രതിപക്ഷം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ TP കേസ് പ്രതികൾക്ക് ഇളവ് നൽകുമ്പോൾ KK രമ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ രേഖപ്പെടുത്തണം. മാത്രമല്ല ഈ തടവുകാരുടെ വിശദാംശങ്ങൾ കൂടി ശേഖരിക്കണം. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഇത് സർക്കാർ അറിഞ്ഞില്ല എന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷവും BJPയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. കൃത്യമായി സർക്കാരിന്റെ അറിവോടുകൂടി തന്നെയാണ് TP കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കം നടത്തിയത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ ശിക്ഷാ ഇളവിന് ശുപാർശ നൽകി എന്ന കാരണം ചൂണ്ടിക്കാട്ടി കണ്ണൂർ ജില്ലാ ജയിലിന്റെ സൂപ്രണ്ടിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 3 പേരെ സർക്കാർ സസ്പെൻഡ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ വീണ്ടും മറ്റൊരു നീക്കം കൂടി സർക്കാർ നടത്തുകയാണ്. TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് ശുപാർശ നൽകിയ ആ കത്ത് എങ്ങനെ ചോർന്നു എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. മാധ്യമങ്ങൾക്ക് അത് എങ്ങനെ ലഭിച്ചു, ജില്ലാ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്ത് എങ്ങനെ ചോർന്നിരിക്കുന്നു, അതുപോലെ തന്നെ ജയിൽ മേധാവി നൽകിയ വിശദീകരണം അല്ലെങ്കിൽ ജയിൽ മേധാവി വിശദീകരണം ആവശ്യപ്പെട്ടത് നൽകിയ കത്ത് എങ്ങനെ ചോർന്നിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ജയിൽ വകുപ്പും പോലീസും ചേർന്ന് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിൽ തന്നെ ജയിൽ DIG അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ കണ്ണൂർ റേഞ്ച് DIG കൂടി അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. 1 മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു ഈ TP കേസ് പ്രതികൾക്ക് വഴിവിട്ട് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം. മാത്രമല്ല നേരത്തെയും നമുക്കറിയാം പല ഘട്ടങ്ങളിലും TP കേസ് പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സംരക്ഷിക്കാനാണ്. അറസ്റ്റിലായ കാലം മുതൽ TP കേസ് പ്രതികളെ പ്രത്യേകിച്ചും CPM-മായി ബന്ധപ്പെട്ട നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഈ കേസിലെ പ്രതികളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ തുടക്കം മുതൽ തന്നെ CPM-ഉം പ്രത്യേകിച്ചും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് അവരുടെ കൂടി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ നിയമസഭയിലടക്കം
ഇത് വലിയ ചോദ്യങ്ങളായി ഉയർന്നു വന്നു. സർക്കാരിന് വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങി. അങ്ങനെയാണ് ജയിൽ വകുപ്പിലെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർക്കാർ മുഖം രക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു തുടർ നടപടി എന്നോണം ഈ കത്ത്, അല്ലെങ്കിൽ ഇവർക്ക് ഇളവ് നൽകാം, ശിക്ഷയിൽ ഇളവ് നൽകാം എന്ന് ശുപാർശ ചെയ്യുന്ന കത്ത് മാധ്യമങ്ങൾക്ക് എങ്ങനെ ചോർന്നു എന്നതിനെ പറ്റിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ BJP നേതാവ് PC ജോർജ് കൂടി ചേരുകയാണ്. മുൻ ചീഫ് വിപ്പ് കൂടിയാണ് അദ്ദേഹം. ശ്രീ PC ജോർജ്, നമുക്കറിയാം ഈ TP കേസ് പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ വഴിവിട്ട നീക്കങ്ങൾ നടത്തി. പക്ഷേ നിയമസഭയിലടക്കം സർക്കാരിന് വലിയ പ്രതിരോധം തന്നെ തീർക്കേണ്ടി വന്നു. അങ്ങനെയാണ് ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അടക്കം സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ കത്ത്, ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഈ കത്ത് മാധ്യമങ്ങൾക്ക് എങ്ങനെ ചോർന്നു എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ അന്വേഷിക്കാൻ പോകുന്നത്. ഈ അന്വേഷണത്തെ പറ്റി എന്താണ് പ്രതികരിക്കാൻ കഴിയുന്നത് ശ്രീ PC ജോർജ്? പിണറായി വിജയൻ ഈ മാധ്യമങ്ങൾ നേടുന്ന ഇത്ര വിഷമം. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ലാത്ത 4ാമത്തെ ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടന എന്ന് പറഞ്ഞ 3 തൂണാന്നാ പറയുന്നത് രാജ്യം, 3 ഭരണഘടനാ സ്ഥാപനങ്ങൾ. അതിൽ 4ാമത്തെ ഭരണഘടന എഴുതി വെക്കാത്ത സ്ഥാപനമാണ്, തൂണാണ്, 4ാമത്തെ തൂണാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളെ പേടിച്ചിട്ട് മുന്നോട്ട് മാധ്യമങ്ങളെ പേടിക്കണമല്ലോ. കള്ളത്തരം കാണിക്കുന്നതിനും വൃത്തികേട് കാണിക്കുന്നതിനും തെറ്റ് ചെയ്യുന്നതിനും മാധ്യമങ്ങളെ ഭയപ്പെടേണ്ടി വരും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ TP വധക്കേസ് എത്ര ക്രൂരമായ കൊലപാതകമാണ്. തന്നോടൊപ്പം നിന്ന് ജനങ്ങൾ CPM നിന്ന് പിരിയുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് TPയെ പോലുള്ള വലിയ നേതാവ്, അതും ജനകീയനായ നേതാവ് മുന്നോട്ട് പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കേണ്ട പിണറായി വിജയൻ, അതായത് പിണറായി വിജയനും EP ജയരാജനും നമ്മുടെ P ജയരാജൻ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ശുപാർശ നൽകണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വച്ചത്. ശ്രീ PC ജോർജ്, അതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തൂക്കാൻ വിളിച്ചെന്ന് പറയുന്ന പോലെ ഈ പിണറായി ഉൾപ്പെട്ട കമ്മിറ്റി ഫൈനലായിട്ട് കൊല്ലാൻ തിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും കൊല്ലാൻ വിധിച്ചിട്ടാണ് അത് തെളിഞ്ഞല്ലോ പല പ്രാവശ്യം. അപ്പം ആ വിധി പറയുന്നൊരു പ്രമുഖ വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പൊ അയാൾ തന്നെയാണ് കൊല ചെയ്യിച്ചത്. അപ്പൊ കൊല ചെയ്തതിനെ രക്ഷിക്കാൻ അയാൾ നോക്കും, സ്വാഭാവികമാണ്. പക്ഷേ ജനം വളരെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുക. എന്ന് മാത്രമല്ല, TPയുടെ ഭാര്യ രമ ജനപിന്തുണയോടുകൂടി ഇപ്പൊ നിയമസഭയിലുണ്ട്. അവർ വളരെ ശക്തമായി നിയമസഭ പറഞ്ഞ് മിണ്ടാനൊന്നുമില്ല. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട കോടതിയെ പറയാതിരിക്കാൻ പറ്റുമോ? ആ സാഹചര്യത്തിലാണ് ഇപ്പോ ഈ അന്വേഷണമൊക്കെ നടക്കുന്നത്. അന്വേഷണം എന്താ അർത്ഥം ഇരിക്കുന്നു? PC ജോർജ്, ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ സസ്പെൻഡ് ചെയ്തെന്ന് ചോദിച്ചാൽ എന്തിനാ സസ്പെൻഡ് ചെയ്തേ? അതാണ് ചോദിക്കുന്നത്. ശ്രീ PC ജോർജ്, ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് പ്രത്യേകിച്ചും സർക്കാരിന്റെ താല്പര്യമില്ലാതെ ജയിൽ വകുപ്പിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥർ ഇവർക്ക് ഇളവ് നൽകാം എന്ന് ശുപാർശ നൽകുമോ? മുഖ്യമന്ത്രി അത്ര അടുത്ത ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസോ അറിയാതെ ഒരു കാരണവശാലും അങ്ങനെ ശുപാർശ വരാൻ സാധ്യതയില്ല. ഒരു കാരണവശാലും അത് വരികയില്ല. അപ്പൊ അത് വന്നു എന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് പാവപ്പെട്ട പണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ട് ജയിൽ വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് പുകൻ രക്ഷിക്കാന്ന് വിചാരിച്ച കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ചെലവാകും. പിണറായി ചെയ്തതാണ്. യാതൊരു സംശയമില്ല. പിണറായി ഇതിനെ നേരിട്ട് നടത്തിയ ഒരു വലിയ വൃത്തികേടാണിത്. അത് ജനങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അങ്ങനെ മുന്നോട്ട് പോട്ടെ. ഏതായാലും ഇനിയെങ്കിലും ഈ ഇനം കാലത്ത് കശ്മലന്മാർ റോഡിലിറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസ് മാത്രമല്ലെന്ന്, സഹാക്കന്മാരെ ആരെ കൊന്നാലും ജയിലിൽ കിടക്കണ്ടെന്ന് വന്നാലോ? അത് തന്നെ സഹാക്കന്മാരുടെ ഒരു പ്ലാനുണ്ട്. കൊല്ലാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലും. ആ കൊല്ലുന്നവര് വേറെ, പ്രതികൾ വേറെ. പ്രതികളായിട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ കൊടുക്കുകയാണ്. നിരപരാധികളാണ് പ്രതികളായിട്ട് വരുന്നത്. കൊലയായിട്ട് ഒരു ബന്ധം കാണില്ല. പക്ഷേ പാർട്ടി തീരുമാനപ്രകാരം അവർ കുറ്റവെക്കുക, എന്നിട്ട് കോടതി വരുമ്പോൾ അവരെ രക്ഷിച്ചു വിടുക. ഇത് എത്ര നാളായി തുടങ്ങുന്നു? ഏതായാലും ഈ എന്ത് കാണിച്ചാലും പിണറായിയുടെ ഈ കളി അവസാനിക്കാൻ പോവാണ്. ഈ കൊള്ളയും കൊള്ളവെപ്പും അഴിമതിയും ഈ കോടാനുകോടി രൂപ മുട്ടിച്ചുണ്ടാക്കുന്ന ഇങ്ങനെ കൊള്ളക്കാരിക്ക് വേണ്ടിയല്ലേ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എവിടെ പോയി നിൽക്കിയത്? ഏതായാലും കേരളത്തെ ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തെ ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്നത്. ഇപ്പൊ കേരളത്തിൽ ജനമില്ലല്ലോ. ഒരു 50% മുകളിൽ ചെറുപ്പക്കാർ നാട് വിട്ടു പോയല്ലോ. ആ നിലയ്ക്ക് ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. പിണറായി വിജയൻ ജയിലിൽ പോകുന്ന ഞാൻ പറഞ്ഞ നയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതോടുകൂടി ഇതിന് പരിഹാരം ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും PC ജോർജ്, വളരെയധികം നന്ദി. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം TP കേസ് വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ്
ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായാലും സർക്കാരായാലും ഒക്കെ തന്നെ ശ്രമിച്ചു വന്നത്. ശ്രീ പി സി ജോർജ് ആണ് നമ്മൾക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ശ്രീ രാജീവിലേക്ക് തിരികെ എത്തുന്നു. ശ്രീ രാജീവ്, നമ്മൾക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ശുപാർശ നൽകിയ ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അടക്കം 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ അന്വേഷണവും ചെന്നെത്തുക ആ ഉദ്യോഗസ്ഥരിലേക്കായിരിക്കുമോ? കാരണം അവർ വഴിയാണ് ഈ കത്ത് മാധ്യമങ്ങളിലേക്ക് ചോർന്നത് തുടങ്ങിയത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇതെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണോ രാജീവ്? വിനോദ്, ഇത് നേരത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ശുപാർശ നൽകിയ ഉദ്യോഗസ്ഥരെയാണ്. കാരണം വഴിവിട്ട് ഇത്തരമൊരു ശുപാർശ നൽകിയെന്നാണ് സർക്കാർ ആരോപിക്കുന്നത്. കാരണം നിയമസഭയിൽ ഇത് ചോദ്യമായി വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ഒരു നീക്കവും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നമുക്ക് ഒരു ഘട്ടത്തിലും പറയാൻ കഴിയില്ല. കാരണം നേരത്തെ തന്നെ പല നീക്കങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. TP കേസ് പ്രതികൾക്ക് എല്ലാ സഹായങ്ങളും ജയിലിൽ ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ കോടതികൾ ഉൾപ്പെടെ TP കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ പ്രോസിക്യൂഷൻ സ്വീകരിക്കുന്ന നിലപാടുകളും പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഈ KK രമ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട രേഖപ്പെടുത്തിയിരുന്നു. ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ടായിരുന്നു മൊഴികൾ രേഖപ്പെടുത്തിയത്. ആ സമയത്തൊന്നും പോലീസോ സർക്കാരോ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. മാത്രമല്ല ജയിൽ വകുപ്പ് ഇത്തരമൊരു ശുപാർശ നൽകുമ്പോൾ അത് സർക്കാർ അറിഞ്ഞില്ല എന്ന് പറയുന്നതും ശരിയായ കാര്യമല്ല. ഇതൊക്കെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതുമാണ്. BJP ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത്തരം സംഭവങ്ങളുണ്ടായി സർക്കാർ വലിയ പ്രതിരോധത്തിലായപ്പോഴാണ് 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. അതിൽ തന്നെ ഈ കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതല ഉണ്ടായിരുന്ന ശ്രീജിത്ത്, അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലേക്ക് എത്തിയിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഉൾപ്പെടെ 3 പേരെയായിരുന്നു സസ്പെൻഡ് ചെയ്തത്. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇനിയൊരു പ്രതികാര നടപടിക്ക് സർക്കാർ നീക്കം നടത്തുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഈ സംഭവങ്ങൾ എങ്ങനെയാണ് പുറത്തായത്, അതായത് വളരെ രഹസ്യമായി നടത്തിയ ഒരു ശുപാർശ, വളരെ രഹസ്യമായി നൽകിയ ആ ശുപാർശ എങ്ങനെയാണ് പുറത്തായത്, ഈ ശുപാർശ നൽകിയ ഉദ്യോഗസ്ഥർ, അതുമായി ബന്ധപ്പെട്ട കത്തുകൾ, ഇതൊക്കെ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത്? ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് സർക്കാർ കരുതുന്നത്. കാരണം TP കേസ് പ്രതികൾക്കുള്ള എല്ലാ ഇളവുകളും നൽകാനുള്ള നീക്കങ്ങൾ സർക്കാർ രഹസ്യമായാണ് നടത്തിയത്. അത്തരമൊരു ശുപാർശയുടെ വിവരങ്ങളാണ് പുറത്തു വന്നത്. മാത്രമല്ല ഒരു കത്ത് മാത്രമല്ല പുറത്തു വന്നിരിക്കുന്നത്. ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്ത് പുറത്തു വരുന്നു. ഇതിനൊപ്പം തന്നെ ജയിൽ വകുപ്പ് നൽകിയ മറ്റൊരു കത്ത് കൂടി പുറത്തു വരുന്നു. ഈ രീതിയിൽ 2 കത്തുകളാണ് പുറത്തു വന്നത്. അത് സർക്കാർ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ നീക്കം. പോലീസിൽ നിന്നാണോ ജയിൽ വകുപ്പിൽ നിന്നാണോ കത്ത് ചോർന്നത് എന്നതാണ് സർക്കാർ പ്രധാനമായും പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 വകുപ്പുകളോടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് അന്വേഷിക്കുന്നു. അതായത് കണ്ണൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ജയിൽ വകുപ്പും അന്വേഷണം നടത്തുന്നത്. ജയിൽ DIGയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ ഒരു അന്വേഷണം നടത്തുകയും ആരാണ് ഈ കത്തുകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് എന്നത് സംബന്ധിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിനുശേഷം കടുത്ത നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കാർ തുടരുന്നതും ഇത് തന്നെയാണ്. മാധ്യമങ്ങൾക്ക് കത്തുകൾ ചോർത്തി നൽകുന്നു എന്നാരോപിച്ചുകൊണ്ട് പല ഉദ്യോഗസ്ഥരെയും വേട്ടയാടുന്ന ഒരു സമീപനം സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തെറ്റുതിരുത്തലല്ല സർക്കാർ തയ്യാറാകുന്നത്. അവിടെ മാധ്യമങ്ങൾക്ക് ആരാണ് കത്തുകൾ ചോർത്തി നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി ഈ സംഭവം എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഹൈക്കോടതി പോലും ശിക്ഷാ ഇളവ് നൽകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയ ശേഷമാണ് ഈ അർഹരായ തടവുകാർക്കൊപ്പം ഈ TP കേസ് പ്രതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പട്ടിക സമർപ്പിക്കുന്നത്. CPM-ന് വളരെ പ്രിയപ്പെട്ടവരാണ് TP കേസ് പ്രതികൾ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. CPM-ന് വേണ്ടിയാണ് ഇത്തരമൊരു കൊലപാതകം നടന്നത് എന്നത് സംബന്ധിച്ചുള്ള ആരോപണങ്ങളും തെളിവുകളുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കേസിൽ ഉൾപ്പെട്ട പല പ്രതികളും, അതായത് ഈ പ്രതികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ CPM നേതാക്കൾ തന്നെയായിരുന്നു. അത്തരത്തിൽ CPM-ന് വേണ്ടി കൊലപാതകം നടന്നു എന്നത് വളരെ സത്യമായ കാര്യമാണ്. അത് സംബന്ധിച്ച തെളിവുകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് TP കേസ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം നടത്തുന്നു. അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വരുമ്പോൾ ആ ഉദ്യോഗസ്ഥരെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. വിനോദ്, രാജീവ്, അതേപോലെ തന്നെ രാജീവ് സൂചിപ്പിച്ച പോലെ തന്നെ ജയിൽ വകുപ്പിലെ ആണോ അല്ലെങ്കിൽ പോലീസിലെ ഉദ്യോഗസ്ഥരാണോ ഇതിനെ സംബന്ധിച്ച ഇത്തരം കത്ത് ചോരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് തുടങ്ങിയ അന്വേഷണമൊക്കെ സർക്കാരിൻ്റെ ഭാഗമായി നടക്കുന്നു. അതോടൊപ്പം രാജീവ് സൂചിപ്പിച്ച ഒരു കാര്യം, തങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം സർക്കാരിന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ചട്ടങ്ങൾ ലംഘിച്ചാണ് ഇത്തരത്തിൽ കൊലക്കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കം, ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സർക്കാരിന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ അങ്ങനെ നീക്കവും നടത്തിയിട്ടില്ല,
ജയിൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു ശുപാർശ മാത്രമാണ് വന്നത് എന്ന് പറയുന്നു. ഒരു കാര്യം, സർക്കാരിന് താല്പര്യമില്ല എങ്കിൽ ഇത്തരത്തിലൊരു ശുപാർശ ഉദ്യോഗസ്ഥർക്ക് സർക്കാരിൻ്റെ മുമ്പിൽ നൽകാൻ കഴിയുമോ രാജീവ്? ഇതിനു മുമ്പുള്ള കാര്യങ്ങളും അങ്ങനെയല്ലേ സൂചിപ്പിക്കുന്നത്? സർക്കാരിന് താല്പര്യമില്ല എങ്കിൽ പിന്നെ എങ്ങനെ അങ്ങനെ ഒരു ശുപാർശ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ കഴിയും രാജീവ്? വിനോദ്, സർക്കാരിന് താല്പര്യമില്ലാതെ ഒരു കാരണവശാലും ഇത്തരമൊരു ശുപാർശ നൽകാൻ കഴിയില്ല. അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതാണ് രാജീവ് തുടരുക. മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിനൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നമുക്കറിയാം ഈ TP കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങടക്കമുള്ള പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, TP രമയ അടക്കമുള്ള നേതാക്കളെല്ലാം നിയമസഭയിൽ ശക്തമായി ഇതിന്മേൽ പ്രതിരോധം തീർത്താണ് ആ നീക്കത്തിൽ നിന്നും സർക്കാരിനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥരടക്കം 3 പേരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ സർക്കാർ അന്വേഷിക്കാൻ പോകുന്നത് ഈ കത്ത് എങ്ങനെ ചോർന്നു എന്നതിനെ സംബന്ധിച്ചാണ്. ഇത്തരത്തിലുള്ള അന്വേഷണത്തിലൂടെ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഈ കേസിൽ സർക്കാർ മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണോ ഈ അന്വേഷണവും? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സർക്കാരിന് മുഖം രക്ഷിക്കലില്ല, അതേസമയം സർക്കാർ ഇത് മുക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. കാരണം അന്വേഷണം നടത്തുന്നതിനെ കുറിച്ചാണ്, അന്വേഷണം അനധികൃതമായി അവധി കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തതിനെ കുറിച്ചാണ്. ആ തീരുമാനം എടുത്തത് എവിടെയാ? ആ ലെവലിലാണ് അന്വേഷണം പോകേണ്ടത്. അതിനു പകരം താഴെ ഈ അന്വേഷണത്തിന്റെ വാർത്ത ചോർത്തി കൊടുത്തവർക്കെതിരെ കേസെന്ന് പറയുമ്പോൾ എന്നാ പിന്നെ കടലാസ് കമ്പനിക്കെതിരെ, പേപ്പർ മില്ലിനെതിരെ കേസെടുത്ത പോലെ ഇതെന്താ ഈ പറയുന്നത്? കേരളത്തിലുള്ള സാധാരണക്കാരായ ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ? സൽബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തികഞ്ഞ തെറ്റും ആ തെറ്റ് മൂടി വെക്കുന്നതിന് വേണ്ടിയുള്ള ഡബിൾ തെറ്റാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇതിലൂടെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സർക്കാർ ചെയ്യുന്നതെല്ലാം ന്യായം, പക്ഷേ ഇതെല്ലാം ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഞാനങ്ങനെ കരുതുന്നില്ല. മാത്രമല്ല, ഇവര് മൊത്തം ആളുകളെ രക്ഷിക്കുകയും അതേസമയം അന്വേഷണം എന്ന് പറയുന്നത് അത് കടലാസ് തുണ്ടിന്റെ പേരിലാകുകയും അത് ചേർത്തി കൊടുത്തവരിലേക്ക് അത് ഇവിടെ കുത്തിത്തിരിച്ചു വിടുകയും ചെയ്യുന്ന വളരെ ജൂഗുപ്സാവഹമായ ഒരു നടപടിയാണ് എടുക്കുന്നത്. ആ നടപടിയോട് ആർക്കാ യോജിക്കാൻ കഴിയുക? ആളുകളെ മണ്ടന്മാരാക്കാമോ? ജനങ്ങളെല്ലാം എല്ലാം നല്ല ബുദ്ധിയുള്ള ആളുകളല്ലേ? ഇവരാരെ രക്ഷിക്കാനാണ് ഈ പണി ഒപ്പിക്കുന്നത് എന്നുള്ളത് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? അങ്ങ് ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്നല്ലോ. ഈ ആഭ്യന്തര വകുപ്പിന്, പ്രത്യേകിച്ചും സർക്കാരിന് ഇത്തരത്തിൽ ഒരു താല്പര്യമില്ല എങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലൊരു ശുപാർശ നൽകാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? അതോ UDF ആയാലും LDF ആയാലും ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരു ശുപാർശ നൽകണമെങ്കിൽ അക്കാര്യത്തിൽ സർക്കാരിന്റെ താല്പര്യം അറിഞ്ഞിട്ടല്ലേ അത്തരത്തിലൊരു ശുപാർശ നൽകുകയുള്ളൂ? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇതിൽ 2 സ്റ്റേജ് ഉണ്ട്. നമ്പർ 1 ഇവരുടെ പ്രപ്പോസൽ കൊടുക്കുന്ന സാധാരണഗതിയിലുള്ള ആളുകളെ കൂടി ഇഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രപ്പോസലാണ് കൊടുക്കുക. നമ്പർ 2 ജയിലിന്റെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പൊളിറ്റിക്കലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കമ്മിറ്റിയാണ്. ആ ജയിൽ അഡ്വൈസറി കമ്മിറ്റി അറിയാതെ ഇത് ചെയ്യാനും കഴിയില്ല. അപ്പൊ ജയിൽ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് വെച്ച കമ്മിറ്റിയാണ്. താഴെയുള്ളതും ഗവൺമെന്റുമായിട്ട് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഈ റൂട്ട് കണ്ടാൽ അറിയാം ആരാണ് ഇതിനകത്തെ കള്ളപ്പണി നടത്തുന്നത്, ആരാണ് ഈ തെറ്റായ ആളുകൾക്ക് അനുകൂലമായി വിധി എഴുതുന്നത്. അതൊന്നും ആളുകളിൽ നിന്ന് മറച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. ഏതോ പ്രജ്ഞ നഷ്ടപ്പെട്ട ആളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലൊരു അന്വേഷണം എന്നാണ് എൻ്റെ വിശ്വാസം. വളരെയധികം നന്ദി. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അദ്ദേഹമാണ് ഈ കേസിൽ കൃത്യമായ നടപടികളും അറസ്റ്റുമായി മുമ്പിലേക്ക് തുടക്കം കുറിച്ചത്. ഈ കേസിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി കൂടിയായിരുന്നു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചത്. ശ്രീ രാജീവ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് അതാണ്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. സർക്കാരിന് താല്പര്യമില്ല എങ്കിൽ ഇത്തരത്തിലൊരു ശുപാർശ നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സാധ്യമാകുമോ? ശ്രീ രാജീവ്,
വിനോദ്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശുപാർശ എത്തുമ്പോൾ താഴെ തലത്തിൽ അഡ്വൈസറി കമ്മിറ്റിയുണ്ട്. ആ അഡ്വൈസറി കമ്മിറ്റിയിൽ CPM നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിനിധികളുണ്ട്. ഈ വിഷയം വരുമ്പോൾ സർക്കാരിനെ അവർ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കാറുണ്ട്, ആഭ്യന്തര വകുപ്പിനെ കാര്യങ്ങൾ അറിയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സർക്കാർ അറിഞ്ഞില്ല എന്ന് ഒരു ഘട്ടത്തിലും കരുതാൻ കഴിയില്ല. മാത്രമല്ല, ഈ പോലീസാണ് KK രമ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. ഇവർക്ക് എതിർപ്പുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഇവർക്കുണ്ടോ എന്നത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് പോലീസ് നൽകണം. അത് സംസ്ഥാന ഇന്റലിജൻസ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകാറുണ്ട്. ഈ ഘട്ടത്തിലും സർക്കാർ ഇത് അറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ഒരുപക്ഷെ ഇടതുപക്ഷത്തെ CPM-നെ വളരെ രീതിയിൽ പിടിച്ചുകുലുക്കിയ ഒരു കേസാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ്. ഇതുമായി ബന്ധപ്പെട്ട് CPM-ലെ നേതാക്കൾ ഉൾപ്പെടെ അറസ്റ്റിലാവുന്ന സാഹചര്യമുണ്ടായി, അവർ തടവ് ശിക്ഷ അനുഭവിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു ഉദാസീനത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. സർക്കാരിനെ അറിയിക്കാതെ ഈ പട്ടിക തയ്യാറാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കൃത്യമായി അർഹരായ തടവുകാർക്കൊപ്പം തന്നെ TP കേസ് പ്രതികളും ഉൾപ്പെട്ടത് സർക്കാരിന്റെ കൂടി അറിവോടെയാണെന്ന് കരുതേണ്ടി വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. CPM നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പട്ടിക തയ്യാറാക്കുന്നത്. ഈ പട്ടികയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ TP കേസ് പ്രതികൾ കൂടി ഇതിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവർക്ക് ശിക്ഷാ ഇളവ് ഒരുപക്ഷെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതാണ് ഈ കത്ത് ചോർന്നതോടെ ഇല്ലാതായത്. ഈ കത്തുകൾ ചോർന്ന സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ TP കേസ് പ്രതികൾ ഈ പട്ടികയിലേക്ക് എത്തുകയും അവർക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. കാരണം ഹൈക്കോടതിയിൽ നിന്ന് TP കേസ് പ്രതികൾ സുപ്രീം കോടതിയിലേക്ക് ശിക്ഷാ ഇളവിനായി പോകുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ നേരത്തെ തങ്ങൾക്ക് ശിക്ഷാ ഇളവിനെ പരിഗണിച്ചതാണ്, പക്ഷേ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായതുകൊണ്ട് ലഭിച്ചില്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വാദം ഉന്നയിക്കാനുള്ള ഒരു അവസരമുണ്ടാകും. അപ്പോൾ ഒരുപക്ഷെ സുപ്രീം കോടതി അനുകൂലമായ ഒരു നിലപാട് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സർക്കാർ തന്നെയാണ് ഇവർക്ക് വേണ്ടി ശുപാർശ നൽകിയിരിക്കുന്നത്. അത്തരമൊരു നീക്കം ഈ TP കേസ് പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അത് ഒരു കാരണവശാലും സർക്കാർ അറിയാതെയാണെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. സർക്കാരിന്റെ അറിവോടുകൂടി ഇത്തരമൊരു നീക്കം ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമായിരുന്നു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. KK രമ ഉൾപ്പെടെ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കം സർക്കാർ നടത്തിയത്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തായത് അത് സംബന്ധിച്ചാണ് ഇപ്പോൾ സർക്കാർ വിശദമായൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അതായത് ഈ അനധികൃതമായി ഇവർ ഇതിൽ ഉൾപ്പെട്ടു എന്നതിനും അപ്പുറത്തേക്ക് ഈ കത്തുകൾ എങ്ങനെ പുറത്തായി എന്നത് സംബന്ധിച്ചാണ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. മറ്റെങ്ങുമില്ലാത്തൊരു ശുഷ്കാന്തി ഈ വിഷയത്തിൽ സർക്കാർ കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ജയിൽ DIGയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു, കണ്ണൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അതായത് പോലീസും ജയിൽ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിന് ഇതിനകത്തുള്ള ഒരു താല്പര്യം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരമൊരു നീക്കം തന്നെയാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കർശനമായ നിർദ്ദേശമാണ് ആഭ്യന്തര വകുപ്പ് ജയിൽ വകുപ്പിനും അതുപോലെ തന്നെ പോലീസിനും നൽകിയിരിക്കുന്നത്. അതെ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും TP കേസ് പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്താനുള്ള ശുപാർശ നൽകിയ കത്ത് മാധ്യമങ്ങൾക്ക് എങ്ങനെ ചോർന്നു എന്നതിനെ സംബന്ധിച്ചാണ് സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജയിൽ വകുപ്പിലെയും പോലീസിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിക്കും. അതിന്മേലുള്ള ശുപാർശയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. വാർത്തകൾ നൽകുകയായിരുന്നു രാജീവ്.